ഹിന്ദു ദിനപത്രത്തിന്റെ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ഗവൺമെന്റ് ഡയറക്ട്സ് പ്രൈവറ്റ് സെന്റേഴ്സ് ടു സ്റ്റെപ്പ് അപ്പ് ദ പേസ് ഓഫ് വാക്സിനേഷൻ. പ്രൈവറ്റ് സെന്ററുകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നു വാക്സിനേഷൻ സ്പീഡിലാക്കണം, കുറച്ചുകൂടി ദ്രുതഗതിയിലാക്കണം എന്നുള്ളത് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എങ്കിലും കൂടുതൽ ആളുകളിലേക്ക് വാക്സിൻ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ലോക്കൽ പേജുകളാണ്, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള പേജുകളിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഹെഡിങ്സ് മാത്രം വായിച്ചിട്ട് നമ്മൾ നേരിട്ട് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്, അവയുടെ വിശകലനത്തിലേക്ക് പോവുകയാണ്. ലോക്കൽ പേജുകളാണ്, ആവശ്യമുള്ള പേജുകളല്ല. എഡിറ്റോറിയൽ പേജിലേക്ക് കിടക്കുന്നു. തെലങ്കാനയ്ക്കെതിരെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കൃഷ്ണ വാട്ടർ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു നോട്ട് തയ്യാറാക്കുക. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ വാട്ടർ ഡിസ്പ്യൂട്ട്സ്, ഈ ഒരു ടോപ്പിക്കിൽ ഒരു നോട്ട് തയ്യാറാക്കുക. കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ വാട്ടർ ഡിസ്പ്യൂട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എഡിറ്റോറിയലിൽ ഒന്ന്, സ്പൈക്സ് ഡിപ്സ് ഇൻ വാക്സിനേഷൻ ഓൺ റേറ്റ്സ് ആർ നോർമൽ ബട്ട് ഇന്ത്യ നീഡ്സ് ടു ഗാർഡ് അഗൈൻസ്റ്റ് സ്ലാക്കനിങ്. സെന്റർ വാക്സിനേഷൻ പോളിസി റിവൈസ് ചെയ്തു. വാക്സിൻ പ്രൊക്യൂർമെന്റ് അതിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ്സിൽ നിന്നും ഏറ്റെടുത്തു. പക്ഷെ ഇപ്പോഴും 60% ആളുകൾക്കും പലപ്പോഴും വാക്സിൻ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനാലിസിസിന് വിധേയമാക്കുന്നുണ്ട്, എഡിറ്റോറിയൽ അനാലിസിസിന് വിധേയമാക്കുന്നു. നേപ്പാളിലെ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്നു. ആഫ്റ്റർ ദ സുപ്രീം കോർട്ട് ഓവർ റൂൾസ് മിസ്റ്റർ ഒലി അഗെയിൻ എന്നുള്ള രണ്ടാമത്തെ എഡിറ്റോറിയൽ നമ്മൾ അനാലിസിസിന് വിധേയമാക്കുകയാണ്. കാശ്മീരിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ലേഖനം. ഒപ്പം മിലിറ്റൻസ് 3 പേർ പുൽവാമയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാശ്മീരിലേക്ക് മിലിറ്റൻസ് തീവ്രവാദം തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുമ്പോൾ CRPF അടക്കമുള്ള ഓർഗനൈസേഷൻസ് അതിശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നു. കോൺഗ്രസിലാണോ കിഷോർ ജോയിൻ ചെയ്യുന്നത്? പ്രശാന്ത് കിഷോർ പോൾ സ്ട്രാറ്റജിസ്റ്റ് ആണ്, നമ്മൾ ചർച്ച ചെയ്യും. ഒപ്പം ചൈന ഇന്ത്യ ഫോറിൻ മിനിസ്റ്റർ ഡിസ്കഷനെ കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ കാണുന്നു. മോഡിയും മാൽദീവിയൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, 2019 ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. നമ്മൾ അനാലിസിസിന് വിധേയമാക്കും. ന്യൂറോളജിക്കൽ ഡിസീസസ് ഇന്ത്യയിൽ കൂടുന്നു എന്നുള്ള മറ്റൊരു വാർത്ത കൂടി നമ്മൾ കാണുകയാണ്. താലിബാൻ ഒരു ബോർഡർ സീസ് ചെയ്തിരിക്കുന്നു, പാകിസ്ഥാൻ ബോർഡറിലുള്ള ചില ഏരിയ. താലിബാന്റെ ഈ ഒരു വളർച്ച വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സൗത്ത് ആഫ്രിക്കയിൽ അൺട്രസ്റ്റ് ഉണ്ടാവും. 72 പേര് പ്രൊട്ടസ്റ്റിൽ മരിച്ചിരിക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ചില് റഷ്യൻ പ്രസിഡന്റ് സംസാരിച്ചിരിക്കുന്നു. കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷുഗർ കെയിൻ കൾട്ടിവേഷൻ കൂടിയിരിക്കുന്നു. അഗ്രികൾച്ചർ റിലേറ്റഡ് വാർത്തയാണ്. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഞാൻ അനാലിസിസിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഡെഫ്സിറ്റ് ടീം ചെയ്തിട്ടുള്ള അനാലിസിസ് അതാണല്ലോ നിങ്ങൾക്ക് ഗുണകരം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, നേരിട്ട് അതിലേക്ക് കിടക്കുകയാണ്. കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ വിഷയത്തെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനാലിസിസിലേക്ക് പോകുന്നു. സുപ്രീം കോടതി
പറഞ്ഞിരിക്കുന്നു, ഒരു പ്ലീ വന്നിരിക്കുന്നു. എന്താണ്? സെഡീഷൻ ചാർജസ് ഇതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, 60 വർഷമുള്ള സുപ്രീം കോർട്ട് വിൽ എക്സാമിൻ എ പെറ്റീഷൻ ഫയൽഡ് ബൈ എ റിട്ടയർഡ് മേജർ ജനറൽ. പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട ഒന്നാണ് സെഡീഷൻ ലോസ്. എന്റെ കാര്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വന്ന സംഗതിയാണ്. 1962 കേദാർനാഥ് കേസ് വിധിയിൽ കോടതി നിരീക്ഷിച്ചത് ഒരു കൊളോണിയൽ ലെഗസിയാണ് മുമ്പോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്രീ ഓഫ് സ്പീച്ച് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് കേൾക്കാത്ത ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഭരണകൂടം ഇന്ന് ബഹുസ്വരതയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഡിഗ്നിറ്റിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സിനുമൊക്കെ വിഘാതമാണ് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ദ ഡോക്ട്രിൻ ഓഫ് ചില്ലിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഓൺ സ്പീച്ച്, ലീഗൽ പ്രൊവിഷൻ കോസിംഗ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇൻ ഫ്രീ എക്സസൈസ് ഓഫ് ദ റൈറ്റ്. ഇത് 62 had not sufficiently developed in 1962. Even the US, the doctrine was established only as later 1967. Chilling effect of speech എന്ന് വെച്ചാൽ ശ്രേയസിംഗാൾ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ആ കേസിലും ജഡ്ജ്മെന്റില് കോടതി മുൻപോട്ടേക്ക് വെച്ച ഒരു കാര്യമാണ്. ഇതിൽ മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളത് ലൈഫ് ഇംപ്രസൺമെന്റ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ഈ രാജ്യദ്രോഹ കുറ്റം. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭരണകർത്താക്കള് പലപ്പോഴും ആളുകൾക്കെതിരെ ഈ കുറ്റം ചുമത്തുന്നു. അപ്പൊ ഇതൊരു ഡ്രാക്കോണിയൻ ലോ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വന്നിട്ടുള്ളത്. അത് മാറ്റണം എന്നുള്ളതൊക്കെ തന്നെ എന്നുള്ളൊരു ആശയവും കൂടി മുൻപോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഇവിടെയുണ്ട്. ഈ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടി ഇടുന്ന ആ കേസുകളെ കുറിച്ച്, ഈ പ്രധാനപ്പെട്ട കേസുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാര്യം നിങ്ങളുടെ GS-ൽ നിങ്ങൾക്ക് കേസസ് കൂടെ കൊണ്ടുവരാൻ പറ്റും. തെലങ്കാനയ്ക്കെതിരെ ആന്ധ്രാപ്രദേശ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് ഈ കൃഷ്ണ വാട്ടർ ഷെയറിങ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈഡൽ ജനറേഷൻ തെലങ്കാനയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ അവര് ഹൈഡൽ പവർ 100% ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിലേക്ക് അവര് പോവുകയാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. അപ്പൊ അവര് പറഞ്ഞു to stop further release of water immediately through Srichailam left powerhouse and follow the water release orders issued by KRMB except in the case of extreme grid urgency. തെലങ്കാന പക്ഷെ അത് ഡിസിഷൻ ഫോളോ ചെയ്തില്ല. അവർ പറഞ്ഞത് അവരെ സംബന്ധിച്ച് ഈ വെള്ളം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ അക്രോസ് ഈ വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ട്. ഈ ഒരു വാട്ടർ ഡിസ്പ്യൂട്ട് മാത്രമല്ല നിങ്ങൾ പഠിക്കുക, അത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിലും ഇന്ത്യൻ ഭരണഘടന എന്ന പുസ്തകത്തിലും എല്ലാം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ ഈ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഏതൊക്കെ സ്റ്റേറ്റ്സ് തമ്മിലാണ് ഉള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾ തയ്യാറാക്കണം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതി പോവുകയും വേണം, കൃത്യമായിട്ട് എഴുതി പോകും. ഗോദാവരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ഉണ്ട്, അതുപോലെ തന്നെ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ സ്റ്റേറ്റ് ആണ് ഇതിലുള്ളത് എന്നുള്ളതും കീ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കുക. സെക്ഷൻ 66A ഇത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ട കറണ്ട് അഫയേഴ്സ് ആണ്, ഞാൻ ചർച്ച ചെയ്യുന്നില്ല. 66A എടുത്ത് കളഞ്ഞു, പക്ഷെ ഇപ്പോഴും പോലീസുകാർ കേസ് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് IT ആക്ടിൽ നിന്ന്. അപ്പൊ ആ വാർത്ത വീണ്ടും കറണ്ട് അഫയേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ക്യാബിനറ്റ് നോട്ട് ടു കണ്ടിന്യൂ ആയുഷ് മിഷൻ GS2 പേപ്പർ 2 പൊളിറ്റിയിൽ വരുന്നതാണ്. സെൻട്രലി സ്പോൺസേഡ് നാഷണൽ ആയുഷ് മിഷൻ ഒരു സ്കീമാണ്. അപ്പോൾ അതിന് ഇംപ്ലിമെന്റേഷൻ വേണ്ടി 4607 കോടി രൂപ മാറ്റിവെച്ചിരിക്കുക. India's neurological disease burden rising. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ന്യൂറോളജിക്കൽ ഡിസീസസ് കൂടി വരും. അത് ഈ 2009 കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്.
അത് വലിയ ഒരു ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇത്തരം കേസുകൾ കൺട്രോൾ ചെയ്യപ്പെടണം. അതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ വാർത്തകൾ വരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 6,99,000 സ്ട്രോക്ക് ഡെത്ത്സ് ഇന്ത്യയിൽ സംഭവിച്ചു എന്നുള്ളത് കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. സ്ട്രോക്ക്, ഹെഡേക്ക് ഡിസോർഡേഴ്സ്, എപ്പിലെപ്സി ഇതൊക്കെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനുണ്ട് കാരണമാകുന്നുള്ളൂ എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കബിള്, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. 2 തരത്തിലുള്ള ഡിസീസസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസുമാണ് ഈ കേസസിൽ പൊതുവെ വരുന്നത്. ഇന്ത്യ റഷ്യ 2+2 മിനിസ്റ്റീരിയൽ മീറ്റ് GS2-ൽ വരുന്നതാണ് IR-ന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം താലിബാന്റെ പ്രസൻസ് അഫ്ഗാനിസ്ഥാനിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ അതൊരു വിഷയം, താലിബാന്റെ പ്രസൻസ്. അപ്പൊ അത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം സ്ട്രോങ് ഡൈനാമിക്സ് ബൈലാറ്ററൽ ടൈൽ ഇന്ത്യയും റഷ്യയുമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസിയുടെ ഒരു കീ പില്ലറാണ് റഷ്യയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ബോത്ത് കൺട്രീസ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് ദ ഇൻഡോ റഷ്യൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഒക്ടോബർ 2000 നമ്മളത് സൈൻ ചെയ്തിരുന്നു. നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ പറഞ്ഞു ഈ ഒരു COVID-19 എതിരെയുള്ള ഈ ഒരു പോരാട്ടത്തിൽ പ്രത്യേകിച്ചും വളരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്തത്. 2021 വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുവാനുമുള്ള സാധ്യത നിലനിൽക്കുകയാണ്. താലിബാൻ സേസ് ബോർഡർ ക്രോസിംഗ് വിത്ത് പാകിസ്ഥാൻ GS2-ലെ IR-ലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. താലിബാൻ സ്ട്രാറ്റജിക് ബോർഡർ, അത് സ്പിൻ ബോൾട്ടാക്, അത് പാകിസ്ഥാനുമായിട്ട് ചേരുന്ന പ്രദേശത്താണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ ഫോഴ്സസ് മാറിയ ഒരു സാഹചര്യത്തിൽ താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു മാറ്റം ഏത് തരത്തിൽ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. വേറൊരു പ്രശ്നം, ഇത് പാകിസ്ഥാനിലെ ബാലൂചിസ്ഥാൻ പ്രൊവിൻസുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധമുള്ള പ്രദേശവും കൂടിയാണ്. അപ്പൊ അത് ഒരുപക്ഷെ ഇന്ത്യക്കും ഭീഷണിയായിട്ട് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു മേജർ ഹൈവേ ലീഡിങ് ഫ്രം ദ ബോർഡർ പാകിസ്ഥാന്റെ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ കറാച്ചിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അറേബ്യൻ സീയുമായിട്ട് അവിടെ നിന്ന് പോർട്ട് കണക്ഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ തന്ത്രപ്രധാനമായ കേന്ദ്ര പ്രദേശങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കും. 9,800 കോടി രൂപ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 55,000 കോടി രൂപയാണ് ആ സെക്ടറിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട്, ധാരാളം ജോലികൾ അവിടെ ഓപ്പണിംഗ് ആവും. നമുക്കറിയാം ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ലൈഫ് സ്റ്റോക്ക് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരുപാട് കുടുംബങ്ങൾ മെച്ചപ്പെട്ട രീതിയിലേക്കൊക്കെ വരാൻ ആനിമൽ ഹസ്ബൻഡറി ഒക്കെ സ്വാധീനിക്കും. ഫിഗേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഫിഷിംഗ് ഫാംസിനുള്ള സബ്സിഡി അപ്രൂവ് ചെയ്തിരിക്കുന്നു. അത് അത്തരം സബ്സിഡീസ് ഒരുപക്ഷെ നമുക്ക് ഫിഷിംഗ്
ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ ഉണർവിലേക്കും നന്മകളിലേക്കും ഒക്കെ നയിക്കും. കൂടുതൽ ബിസിനസ് അവിടെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗ്ലോബൽ ടെൻഡേഴ്സ് പലപ്പോഴും അവിടെ വരുന്നുണ്ട്. ഷിപ്സ് ഓൾഡർ ദാൻ 20 years വിൽ നോട്ട് ബി എലിജിബിൾ. അപ്പോൾ 20 വർഷത്തിൽ താഴെയുള്ള ഷിപ്സിനാണ് ഇതിൽ എലിജിബിലിറ്റി ഉള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ഷിപ്പിംഗ് മേഖലയിൽ ഒരു ഉണർവ് പകരാൻ, കരുത്ത് പകരാൻ ഇത് കാരണമായി തീരും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസിനാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഷിപ്പിംഗ് സെക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഈ അനാലിസിസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ഈസ് 16th ലാർജസ്റ്റ് മാരിടൈം കൺട്രി ഇൻ ദ വേൾഡ്. 7517 കിലോമീറ്ററാണ് നമ്മളുടെ മാരിടൈം ബോർഡർ വരുന്നത്. കൺട്രിയുടെ ട്രേഡിലും കൊമേഴ്സിലും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു സെക്ടർ, ഷിപ്പിംഗ് സെക്ടർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് 12 മേജർ പോർട്ട്സ് ആണുള്ളത്. ആ പോർട്ട്സ് ഓരോന്നും ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കണം. ഈ പോർട്ട്സ് എല്ലാം തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ വരുന്നവയുമാണ് എന്നുള്ളതും മനസ്സിലാക്കണം. ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത. ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മറ്റുമൊക്കെ വില വർദ്ധിച്ചതിന് കാരണമായിട്ടുണ്ട്. ടാക്സ് സ്കീം ഫോർ ഗാർമെന്റ്സ് ടു കണ്ടിന്യൂ. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. റിബേറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ടാക്സസ് ലെവീസ് സ്കീം ഫോർ അപ്പാരൽസ്, ഗാർമെന്റ്സ് ആൻഡ് made up with the same rates notified by Ministry of Textiles. ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. റിബേറ്റ് പലതിലും കൊണ്ടുവരുന്നുണ്ട്. ഷുഗർ ക്ലെയിൻ കൾട്ടിവേഷൻ ഏരിയാസ് കൂടിയിരിക്കുന്നു. അതാണ് മറ്റൊരു വാർത്ത. നമുക്കറിയാം 54.55 ലക്ഷം ഹെക്ടർ 2021-22 വന്നിരിക്കുന്നു. 3% വർധനം അവിടെയുണ്ട്. സോ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഏരിയ ഉള്ളത്. മഹാരാഷ്ട്ര അതിലും കൂടിയിട്ടുണ്ട്. കർണാടകയിലും കൂടിയിട്ടുണ്ട്. സോ ഷുഗർ പ്രൊഡക്ഷനിൽ വളരെ നിർണായകരമായ, വളരെ മികച്ച രീതിയിലുള്ള ഒരു വർധനവുണ്ടായിരിക്കുന്നു. ഷുഗർ ഇൻഡസ്ട്രി നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കാരിഫ് കോർപ്പാണ്. ഏത് തരത്തിൽപ്പെട്ട ക്രോപ്പാണ് ഷുഗർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരിഫ് കോർപ്പാണ് അല്ലെങ്കിൽ റാബി ക്രോപ്പാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഏത് മോയ്സ്ചർ ഉള്ള സോയിലുണ്ടാവും. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഡീപ് റിച്ച് ലോമി സോയിലാണ് പലപ്പോഴും ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഏറ്റവും മികവുറ്റത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സോയിലില് നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ് ഇത് കൂടുതൽ ഉണ്ടായിരിക്കണം. കൂടുതൽ അസിഡിക്, ആൽക്കൈനോ ആകാൻ പാടില്ല. ഇപ്പോൾ ഏതാണ്ട് 2.28% ഗ്രോത്ത് ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് പോകുന്നു. ഒന്ന്, ഔട്ട് ഗോയിങ് പ്രൈം മിനിസ്റ്റർ KP ഓലി ഒപ്പം പ്രസിഡന്റ് വിദ്യാദേവി ഭണ്ഡാരി, സുപ്രീം കോർട്ട് ഓഫ് നേപ്പാൾ set aside their dissolution in May, the House of Representatives. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപെക്സ് കോർട്ട് പറഞ്ഞൊരു കാര്യം, പോലീസ് ഡിസിഷൻ ടു ഡിസോൾവ് ദ
House in December 2020 as well. But this time the ruling was more than just a rap on his knuckles. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അയൽരാജ്യം എന്നുള്ള രീതിയിൽ നേപ്പാളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഷേർ ബന്ദാർ ദ്യൂബ നേപ്പാളി കോൺഗ്രസിന്റെ അദ്ദേഹം പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. 149 എംപിമാരുടെ സപ്പോർട്ടാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഒരു ഭരണ സ്ഥിരത ഉണ്ടാവാൻ ഇത് കാരണമാകും എന്ന് മനസ്സിലാക്കുന്നു. യു പിയുടെ പോപ്പുലേഷൻ പോളിസിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു. അവിടെ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഇലക്ഷന് മത്സരിക്കാനും പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വന്നു. ടു ചൈൽഡ് നോ. അപ്പോൾ അത് പലപ്പോഴും അതിനെതിരെ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളും മറ്റുമൊക്കെ എഴുതിയിരുന്നു. എന്തൊക്കെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള ബില്ലുകൾ ഏത് തരത്തിലാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പോപ്പുലേഷൻ റെഗുലേഷനിൽ കൊയേഴ്സീവ് ആയിട്ടുള്ള മാർഗങ്ങളല്ല ഇനി ആവശ്യം, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നടപടിക്രമങ്ങളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടി ഹിന്ദുവിന്റെ ഇന്നത്തെ ഒരു അനാലിസിസിൽ അവർ ചർച്ച ചെയ്യുന്നു. ബ്രെക്സിറ്റ് കണ്ടിന്യൂസ് ടു ഡിവൈഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. നമുക്കറിയാം യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്ന UK യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് UKയും മറ്റ് സ്റ്റേറ്റ്സുമായിട്ടും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു. കാരണം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാനുള്ള കാര്യം യൂറോപ്പിലെ പല ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവർ ഇവിടേക്ക് വരികയും എന്നാൽ ഇവിടെയുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് അവിടെയുള്ള ഒരുപാട് ആളുകൾ അവര് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളത് പറഞ്ഞത്. എന്താണെങ്കിലും ഇപ്പോഴും ചർച്ച നടക്കുന്നുണ്ട്. പല ആളുകളും ബ്രെക്സിറ്റ് അനാവശ്യമായിരുന്നു എന്ന് പറയുന്ന ആളുകളും ഒക്കെ തന്നെയുണ്ട്. Northern Ireland, part of the UK, but in the European Union single market and therefore obliged to follow European Union rules is another case point. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളും ഉണ്ട്. ഇൻസ്പെക്ഷൻസും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ടൈസിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചോദ്യത്തിലേക്ക് വരാം. With reference to the scheme for promotion of flagging of merchant ships in India, consider the following statements. As per the scheme, a subsidy of rupees 1,624 crore over 5 years to domestic shipping companies will be given in global tenders floated by ministries and central public sector enterprises. It was announced as part of the fiscal 2022 union budget. ഉത്തരം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു നാഷണൽ ആയുഷ് മിഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2020. എ ആണ്. ആയുഷ് എന്ന് പറയുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അപ്പോൾ ഇത്രയാണ്. മൂന്നാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു ദ റിബേറ്റ് ഓൺ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സസ് ആൻഡ് ലെവീസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്. ദ സ്കീം വിൽ കണ്ടിന്യൂ ടിൽ March 31, 2024. The scheme will be implemented by the Department of Finance and with the end-to-end digitalization for issuance of
ട്രാൻസ്ഫറബിൾ ഡ്യൂട്ടി ക്രെഡിറ്റ്സ് ടു. ഒന്നാമത്തേതാണ് ഉത്തരമായിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ശരി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനാലിസിസിലുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ അനാലിസിസ് ലഭിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ സെർച്ച് ചെയ്യും. താങ്ക് യു.